എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം കേട്ടോ. നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്ന റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തട്ടുകട സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ ആണ് കേട്ടോ. എന്നാൽ എന്താ പറയുക, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയിട്ട് കുറച്ചധികം നേരം ഇരുന്നാലും തണുത്ത് പോകാത്ത വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് പൂർണ്ണമായിട്ടൊന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോബി മഞ്ചൂരിയൻ ഞാൻ കുറച്ചധികം നേരം തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോളിഫ്ലവർ ഞാൻ കുറച്ചധികം നേരം തന്നെ ഇളം ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം നല്ല ഉപ്പിട്ട വെള്ളമാണ്. നമ്മൾ ഈ ഒരു കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ വല്ല പുഴുക്കളോ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് എന്താ പറയുക, അതിലേക്ക് കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചിട്ട് ഒരു 10-20 മിനിറ്റോളം ഞാൻ ഉപ്പും സുർക്കയും ഒഴിച്ച ഒരു വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ആ വെള്ളം വാലാനൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പുറത്ത് അടുപ്പ് എത്തിച്ചിട്ട് അവിടെയാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ചെയ്യുന്നത്, എന്നാൽ ഒത്തിരി എണ്ണ ഒഴിച്ചിട്ടുള്ള അങ്ങനെയല്ല. അപ്പോൾ അതേ തീ നന്നായിട്ട് കത്തി നമ്മളൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു മസാലക്കൂട്ട് വേണം. അതിനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള വേണ്ട ഒരു സാധനം കൂടി പറഞ്ഞു തരാം കേട്ടോ. അതാണ് ഇതിനെ സ്പെഷ്യലാക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്നല്ല, ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. അത് ഭയങ്കര അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കോളിഫ്ലവറിനെ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്താൽ കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ മുളക് പൊടിയും ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് നമ്മളുടെ ഈ ഒരു കോളിഫ്ലവറിലൊന്ന് തിരുമ്മി നമ്മൾ ഒരു 10-15 മിനിറ്റോളം മാറ്റി വെക്കുവാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതിലേക്ക് ഈ ഒരു മസാലയിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട, കാരണം കഴുകി ഒരു 10 മിനിറ്റ് ഇരുന്നിട്ടുള്ള എങ്കിലും അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പൊടിയൊക്കെ നന്നായിട്ട് തന്നെ പറ്റി പിടിച്ചതിൽ നിന്നോളൂ. ഒരുപാട് എന്താ പറയുക, മസാല മൂടി ഫ്രൈ ചെയ്തെടുക്കുന്ന അങ്ങനത്തെ ഒരു കണ്ടീഷനിലല്ല നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. കുറേ നേരം തന്നെ ഇതിൻ്റെ ക്രിസ്പിനെസ് നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ. ഇത് നമ്മളുടെ അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ നൈസായിട്ടുള്ള പൊടി ഉണ്ടല്ലോ, പുട്ടുപൊടിയല്ല, അപ്പത്തിൻ്റെ പൊടി, അപ്പത്തിൻ്റെയൊക്കെ പൊടി, അത് 1 ടീസ്പൂൺ അളവിൽ നമ്മൾ ആ ഒരു വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് റവ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അരിപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ക്രിസ്പിനെസ് ഈ ഒരു ഗോബി മഞ്ചൂരിയന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ നല്ല തകൃതിയായിട്ടുള്ള മഴയാണ്, ഗംഭീര മഴയാണ്. അപ്പോൾ ഒരു ഇടതടവില്ലാത്ത മഴയ്ക്ക് നമുക്ക് നല്ല ചൂട് കട്ടനും അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു ഗോബി മഞ്ചൂരിയൻ കൂടിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നിട്ട് നമുക്കൊന്ന് തയ്യാറാക്കാം. ഇത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എണ്ണയിലേക്ക് നമ്മൾ ആദ്യം തന്നെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് നമ്മളുടെ അവൈലബിലിറ്റി അനുസരിച്ച് കറിവേപ്പിലേൻ്റെ ഇതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 തണ്ട് കറിവേപ്പിലകൾ ആദ്യം ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിലും വലിയ പീസ് വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മാവ് അങ്ങനെ മൂടി നിൽക്കുന്ന പാകത്തിന് അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്യാനുള്ള ഒരു പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നതിന് ശേഷം ഇത് നല്ല തിളച്ച വെള്ളത്തിലിട്ടെടുത്ത കോളിഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം ഇതിനൊന്ന് ഒരു വേവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതാണ് ഈ ഒരു എണ്ണയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് മുക്കാനേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അതേ നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 പച്ചമുളകും കൂടി ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ കിടന്ന് ഇതൊന്ന് മൂത്ത് വരട്ടെ. ഒരു 10 മിനിറ്റ് വേണ്ട, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് മൂത്ത് നല്ലൊരു ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്ക് നല്ലൊരു സൗണ്ട് വരും, മൊരിഞ്ഞിട്ടുള്ള സൗണ്ട് വരും. കാരണം നമ്മളിതിൽ അരിപ്പൊടിയും കൂടി ചേർത്തുകൊണ്ട് എണ്ണയൊന്നും ഒട്ടും കുടിക്കില്ല കേട്ടോ. അതുകൊണ്ട് അധികം ഗംഭീരമായിട്ടുള്ള നമ്മളുടെ ആ ഒരു എന്താ പറയുക, ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ആ കറിവേപ്പിലേൻ്റെയും എന്താ പറയുക പച്ചമുളകിൻ്റെ ഒക്കെ ഫ്ലേവർ. പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അതിലേക്ക് എണ്ണയിലേക്ക് വേണമെങ്കിൽ 2 വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല, പക്ഷേ എന്നാലും അതിഗംഭീര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ 4 മണിക്ക് വരുമ്പോഴൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലതാണ്. പുറത്തുനിന്നും പരമാവധി വാങ്ങിച്ച് കഴിക്കാതിരിക്കുക, കാരണം അവരിതിലേക്ക് കളറുകളെല്ലാം ചേർക്കും കേട്ടോ, റെഡ് കളറൊക്കെ ചേർക്കും. അപ്പോൾ തട്ടുകടേനെക്കാട്ടി അതിഗംഭീര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.